കാസർഗോഡ് ബേക്കൽ ബീച്ചിൽ ഇനി അകാലത്തിൽ മരിച്ച യുവചിത്രകാരൻ അർജുൻ കെ ദാസിന്റെ ഓർമ്മകൾ തുടിക്കും. കാസർഗോഡിന്റെ സംസ്കാരവും പൈതൃകവും അടയാളപ്പെടുത്തുന്ന ചുമർ ചിത്രങ്ങളാണ് ബേക്കൽ ബീച്ച് പാർക്കിൽ കുടുംബവും കൂട്ടുകാരും ചേർന്ന് ഒരുക്കിയത്. വരകളെയും നിറങ്ങളെയും സ്നേഹിച്ച മകന്റെ വേർപാട് മറക്കാൻ ചിത്രകാരിയായ മാതാവ് കരുണയും പിതാവ് മോഹൻദാസും നടത്തുന്ന യാത്ര 10 വർഷത്തിലെത്തുകയാണ്. ഇത്തവണ ബേക്കൽ ബീച്ച് പാർക്കിലെ ചുവരിൽ അർജുൻ കെ ദാസിന്റെ ഓർമ്മകൾ വർണ്ണങ്ങളായി വിടർന്നു. അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ അനിമേഷൻ ആൻഡ് ഫിലിം ഡിസൈൻ വിദ്യാർത്ഥിയായിരുന്നു കണ്ണൂർ മാത്തിൽ സ്വദേശി അർജുൻ കെ ദാസ്. 2015 ജൂൺ 20 സിക്കിമിൽ നദിയിൽ വീണ് അർജുൻ മരിച്ചത്. 3 വർഷമായി ഈ മാതാപിതാക്കൾ മകന്റെ പിറന്നാൾ ദിനത്തിൽ ചുമർ ചിത്രങ്ങൾ ഒരുക്കുന്നു. മോൻ കുറേ വാളാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അവൻ്റെ ഉറ്റ ഫ്രണ്ട് ശ്രീനിഹാലും അതുപോലെ ഡിസൈനിങ് മേഖലയിലും ആർട്ടിസ്റ്റുമായ കുറച്ച് കുട്ടികളും കൂടിയിട്ട് ചിത്രം അതിൽ മോൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ കണ്ണൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പത്തെ വർഷം കാലിക്കറ്റിൽ സരോവരം പാർക്കിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും മകൻ്റെ ഓർമ്മകൾ ഇത്തരത്തിൽ നമ്മൾ ചിത്ര ആൽബം നടത്തുമ്പോൾ എപ്പോഴും ഓർമ്മകൾ നിലനിൽക്കുകയും ഇത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാവുകയും അവിടെ വരുന്ന കുട്ടികൾക്കും ഇതൊരു പ്രചോദനമായിട്ട് മാറും എന്ന നിലയിലാണ് ഈ മകൻ്റെ ഇഷ്ടമുള്ള ഒരു ഇതിലേക്ക് ഞങ്ങൾ കടക്കാൻ കാരണം. കാസർഗോഡിന്റെ സംസ്കാരവും പൈതൃകവും അടയാളപ്പെടുത്തുന്നതാണ് ചിത്രങ്ങൾ. വരയ്ക്ക് പിന്നിൽ അർജുൻ്റെ സുഹൃത്തുക്കളും. അർജുൻ്റെ അവസാന പെയിൻറ്റിംഗ് ആയിട്ടുള്ള സിറ്റി ഓഫ് സ്പൈസസിൽ വാസ്കോഡ് ഗാമ നോക്കി കാണുന്ന കോഴിക്കോട് എന്ന രീതിയിലായിരുന്നു നമ്മൾ ചെയ്തത്. ആ സെയിം ഇമേജ് നമ്മൾ ഒരു വലിയൊരു വോളായിട്ടായിട്ട് റീക്രിയേറ്റ് ചെയ്തു 2 കൊല്ലം മുമ്പ്. സോ സിമിലർലി ആ സെയിം കോൺസെപ്റ്റിൽ വേറൊരു പോർച്ചുഗീസുകാരൻ അല്ലെങ്കിൽ വേറൊരു ഔട്ട്സൈഡർ കാസർഗോഡിനെ നോക്കി കാണുന്ന ഒരു രീതിയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനു മുൻപ് കോഴിക്കോടും സരോവരം കണ്ണൂരിലുമാണ് ചുമർ ചിത്രങ്ങൾ ഒരുക്കിയത്. ഈ ചിത്രങ്ങളിലൂടെ ജീവിക്കുകയാണ് അർജുനും. 24 കാസർഗോഡ്.